ഹലോ, സുഖമാണ് എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അതിന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളാണെങ്കിൽ ലുലു മാളിലേക്കാണ് പോകുന്നത്. ഗിഫ്റ്റും മേടിക്കണം, പിന്നെ സ്കൂൾ തുറക്കാറായില്ലേ, കെവിനും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ സാധനം മേടിക്കാൻ വേണ്ടി പോയേ. ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യം വന്ന പരിപാടി തീർക്കാം, ഗിഫ്റ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാനുള്ള പരിപാടിയാട്ടോ. ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള്. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഉണ്ണിയപ്പം എവിടെ കണ്ടാലും കുറച്ച് ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ വെറുതെ ഉള്ള മധുരമൊക്കെ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. ഉണ്ണിയപ്പം മധുര എന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ പോയി എടുത്ത സാധനം എന്താ നോക്കി നോക്കിയേ, എന്റെ അമ്മോ, കട്ട മധുരം. അത് ഞാൻ എടുത്തില്ല കേട്ടോ, തിരിച്ചവിടെ വെച്ചു. എനിക്ക് ഇവിടുത്തെ ചിക്കൻ ടിക്ക റോളും ചിക്കൻ പപ്സും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇവിടുത്തെ കേക്കും ചിക്കൻ പപ്സും ജ്യൂസും ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ചിക്കൻ റോള്, ഹൽവ, ഉണ്ണിയപ്പം ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി, കറികള്, ഈ ചിക്കൻ കറി, മീൻകറി, ഇതൊന്നും എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല മനോഹാരിതയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കഴിക്കാൻ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവിടുത്തെ ഫുഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ലാന്ന് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ്. ഞങ്ങൾ അങ്ങനെ താഴേന്ന് ബില്ലൊക്കെ ആക്കി മേളിൽ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഡാരിസും കെവിനും ബിരിയാണിയും കടായി ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് വലിയ ഗുണം ഉണ്ടായിരുന്നില്ല എന്നാട്ടോ അവര് പറഞ്ഞത്. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഡ്രസ്സ് വാങ്ങിക്കുന്നത് ബർത്ത്ഡേ ഗേളിന് വേണ്ടി തന്നെയാണ്. ഒന്ന് രണ്ട് ഗിഫ്റ്റുകൾ ഒരുമിച്ച് കൊടുക്കാനുള്ള പരിപാടി കേട്ടോ ഞങ്ങള്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാണ്. എന്ത് ഭംഗിയുള്ള ഡ്രസ്സുകളാ പെൺപിള്ളേർക്ക് വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഗിഫ്റ്റും ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കെവിനും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ്. ഇനി അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തണം. വീട്ടിൽ പോയി റെഡി ആയിട്ട് വേണം കേട്ടോ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.